ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് ആണ്. അതിൽ പേജ് നമ്പർ 84 വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ഒരു അവസാനത്തെ പേജിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ പേജ് വൈസ് ഡിസ്കഷനാണ്. ഒരു പേജിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് വീഡിയോ പാർട്ട് 3 ആണ്. പാർട്ട് 1 പാർട്ട് 2 ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കുട്ടി പറയാണ്, ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ് ബട്ട് നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻസ്. അപ്പം കുട്ടി എന്താണ് പറയുന്നത്? എല്ലാ സൊല്യൂഷൻസും മിക്സ്ചേഴ്സ് ആണ്, എന്നാൽ എല്ലാ മിക്സ്ചേഴ്സും സൊല്യൂഷൻസ് അല്ല. വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു ദ ചൈൽഡ് സ്റ്റേറ്റ്മെൻറ്റ്? റെക്കോർഡ് യുവർ റെസ്പോൺസ് ആൻഡ് എക്സ്പ്ലനേഷൻ ഇൻ യുവർ സയൻസ് ഡയറി. എക്സാമിൻ മോർ സൊല്യൂഷൻ ആൻഡ് കൺഫേം വെദർ യുവർ ഫൈൻഡിങ്സ് ആർ കറക്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. I agree with this statement. Every solution is made by mixing two or more substances, for example, salt and water. So it is a type of a mixture. അപ്പം എല്ലാ സൊല്യൂഷനും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ എടുക്കുകയെന്ന് വെച്ചാൽ സോൾട്ട് വാട്ടർ. അതിലെന്തുണ്ട്? സോൾട്ടും വാട്ടറും ഉണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു ടൈപ്പ് ഓഫ് മിക്സ്ചറാണ്. However, not all mixtures are solution. പക്ഷേ എല്ലാ സൊല്യൂഷൻസും എല്ലാ മിക്സ്ചേഴ്സും സൊല്യൂഷൻസ് ആണോ? അല്ല. കാരണം എന്താണ്? ഇൻ എ സൊല്യൂഷൻ ദ സൊല്യൂട്ട് ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി ആൻഡ് ഫോംസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പം നമ്മളിപ്പോൾ സാൾട്ട് വാട്ടർ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഷുഗർ വാട്ടർ എടുക്കുകയാണ്, ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ എടുക്കുകയെന്ന് വെച്ചാൽ അതിൽ ആ ഷുഗർ, ഇപ്പം പഞ്ചസാര വെള്ളം, നമ്മൾ പഞ്ചസാരയും വെള്ളവും ചേർത്ത് കലക്കിയാൽ പിന്നെ നമ്മൾ പഞ്ചസാരനെ അവിടെ കാണുന്നില്ല. നമ്മൾ പഞ്ചസാര വെള്ളത്തിൻ്റെ എവിടെ താഴെ ആയാലും മേലെ ആയാലും അടിഭാഗത്ത് നിന്ന് എടുത്ത് നോക്കിയാൽ, ഒരു സ്പൂൺ എടുത്ത് നമ്മൾ രുചിച്ച് നോക്കിയാൽ നമുക്ക് പഞ്ചസാരയുടെ ആ ഒരു രുചി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇൻ അതർ മിക്സ്ചേഴ്സ് ലൈക്ക് സാൻഡ് ആൻഡ് വാട്ടർ ദ കമ്പോണൻറ്റ് ഡു നോട്ട് ഡിസോൾവ് ആൻഡ് റിമെയിൻ ഹെട്രോജീനിയസ്. എന്നാൽ നമ്മളിപ്പം ഒരു സാൻഡും വെള്ളവും, പൂഴിയും മണലും വെള്ളവും നമ്മൾ മിക്സ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ കലക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പൂഴി അടിഭാഗത്ത് വന്ന് നിൽക്കും. അപ്പോൾ അത് മുഴുവനായിട്ട് ഡിസോൾവ് ആകില്ല. അതെന്താണ്? ഹെട്രോജീനിയസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ് ബട്ട് നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. യു ഹാവ് ലേൺഡ് ദാറ്റ് എയർ വി ബ്രീത്ത് ഈസ് മിക്സ്ചർ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ? വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻ ഇറ്റ്? അനലൈസ് ദ ടേബിൾ. അപ്പോൾ ഈ ടേബിൾ അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമ്മുടെ വായുവിൽ, എയറിലുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. എത്രയാണ്? 78%. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയുണ്ട്? 0.04% ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ്? നൈട്രജൻ ആണ്. ഓക്സിജൻ 21%. അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വേറെ ആർഗൺ, അങ്ങനത്തെ ഒരുപാട് അതർ ഗ്യാസസ് ഉണ്ട്. അതെല്ലാം കൂടി 0.96% വരുന്നുള്ളൂ. What are the components in air? Compare their quantities. You are understood that air is a mixer. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എയർ എന്ന് പറയുന്നത് ഒരു മിക്സറാണ്. അതായത് ഒരുപാട് കമ്പോണൻസ് അടങ്ങിയതാണ് നമ്മുടെ വായു അഥവാ എയർ എന്ന് പറയുന്നത്. ഓക്കെ, ഷുഡിൻ ദീസ് കമ്പോണൻസ് ഇൻ ദ എയർ ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി? ഇപ്പോൾ ഈ നമ്മുടെ വായുവിലെ എല്ലാ കമ്പോണൻസും പിന്നെ ഒരേ അളവിൽ വേണ്ടേ? ഇപ്പം നമ്മുടെ ഓക്സിജൻ 21% ഉണ്ടെങ്കിൽ അത് 21% ആയിട്ട് നിലനിന്ന് പോകണ്ടേ? അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? പിന്നെ വിച്ച് കമ്പോണൻസ് ഓഫ് എയർ ആർ ബീയിങ് യൂസ്ഡ് ഇൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്? റെസ്പിറേഷൻ അതായത് ശ്വസനത്തിന്, അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ് അറിയാമല്ലോ, ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അതിനൊക്കെ ഏത് കമ്പോണൻ്റ് ആണ് ഉപയോഗിക്കുന്നത്? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഡിക്രീസസ് ഇൻ ഇയർ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഓക്സിജൻ ലെവൽ കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്ത് നോക്കാം. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് എയർ? എയറിൻ്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? മെയിൻ കമ്പോണൻസ് ഓഫ് എയർ ആർ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്യാസസ് സച്ച് ആസ് ആർഗൺ ആൻഡ് വാട്ടർ വേപ്പർ. അപ്പോൾ ഒരുപാട് വേറെ ഗ്യാസസും ഉണ്ട്, പിന്നെ വാട്ടർ വേപ്പർ ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പോണൻസ് അടങ്ങിയതാണ് എന്ത്? നമ്മുടെ എയർ.
ഇനി അടുത്ത വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ എയർ? നൈട്രജൻ എത്ര പെർസെൻറ്റേജ് ആണ്? നൈട്രജൻ മേക്സ് അപ്പ് അബൌട്ട് 78%. എത്ര ശതമാനമാണ്? 78%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ? ഓക്സിജൻ എത്ര പെർസെൻറ്റേജ് ആണ്? 21%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എയർ? Carbon dioxide is present in a very small about 0.04%. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആകെ 0.04% ഉള്ളൂ. What are the other gases present in air besides nitrogen, oxygen and carbon dioxide? അപ്പോൾ നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് അല്ലാതെ എയറിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ആർഗൺ, ഹീലിയം, നിയോൺ, വാട്ടർ വേപ്പർ ആൻഡ് ഓസോൺ വിച്ച് ടുഗദർ മേക്ക് അബൌട്ട് 0.96%. അപ്പോൾ വേറെയുള്ള ആർഗൺ ഉണ്ട്, ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ എയറിലുള്ള സംഭവങ്ങളാണ്. വൈ ഡു വി സേ ദാറ്റ് എയർ ഈസ് എ മിക്സർ? എന്തുകൊണ്ടാണ് നമ്മൾ എയർ എന്ന് പറയുന്ന ഒരു മിക്സർ ആണെന്ന് പറയുന്നത്? എയർ ഈസ് എ മിക്സർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ ഗ്യാസസ് ഇൻ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ്. അപ്പം സെവറൽ ഗ്യാസസ് ഡിഫറെൻറ്റ് അളവിലായിട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളതൊരു മിക്സ്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് ഗ്യാസ് കീപ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടീസ്. ഓരോ ഗ്യാസിനും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഷുഡ് ദ കമ്പോണൻസ് ഓഫ് എയർ ബി മെയിൻറ്റൈൻഡ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി? വൈ? ഇതൊക്കെ സെയിം ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ടാണ്? യെസ്, ദ ബാലൻസ് ഓഫ് ഗ്യാസസ് ഇൻ എയർ ഷുഡ് ബി മെയിൻറ്റൈൻഡ് ബിക്കോസ് ലിവിങ് തിങ്സ് നീഡ് പ്രോപ്പർ എമൗണ്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ബ്രീത്തിങ് ആൻഡ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇതൊക്കെ ഒരേ അളവിൽ തന്നെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുക്കൾക്ക് എന്താവശ്യമുണ്ട്? ഓക്സിജൻ. ഓക്സിജൻ എന്തിനാണ് ആവശ്യം? ശ്വസിക്കുന്നതിന് ഓക്സിജൻ വേണം. അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. വിച്ച് കമ്പോണൻറ്റ് ഓഫ് എയർ ഈസ് യൂസ്ഡ് ഇൻ റെസ്പിറേഷൻ? എന്താണ് നമ്മൾ ശ്വസനത്തിന് വേണ്ടി? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക. ശ്വസനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഈസ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ഡ്യൂറിങ് റെസ്പിറേഷൻ. നെക്സ്റ്റ്, വിച്ച് കമ്പോണൻറ്റ് ഓഫ് എയർ ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിന് എന്താണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. Next, what will happen if the level of carbon dioxide increases and oxygen decreases in the air? ഇനി കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ആൻഡ് ഓക്സിജൻ ഡിക്രീസസ് ഇറ്റ് ക്യാൻ കോസ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഹാർംഫുൾ എഫക്ട്സ് ഓൺ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. എന്തൊക്കെ ഉണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ഡിക്രീസ് ചെയ്യുകയാണ് എങ്കിൽ എന്താണ്? നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, ഹാർംഫുൾ എഫക്ട്സ് ഓൺ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് എയർ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ എയർ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇൻ എയർ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എയർ? നെയിം two other gases present in air besides nitrogen, oxygen and carbon dioxide. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഈ ആ പേജിലെ അവസാനത്തെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ബേണിംഗ് പ്ലാസ്റ്റിക് ആൻഡ് അതർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് റിലീസ് ഹാർംഫുൾ ഗ്യാസസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അതായത് പ്ലാസ്റ്റിക് കത്തിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസൊക്കെ, ഒരുപാട് ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന പുക, ഇതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹാർംഫുൾ ആയിട്ടുള്ള, ദോഷകരമായിട്ടുള്ള ഗ്യാസസ് എത്തിക്കുന്നുണ്ട്. ദീസ് ഗ്യാസസ് ഡിസ്റ്റർബ് ദ നാച്ചുറൽ ബാലൻസ് ഓഫ് ഓക്സിജൻ, നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. This can cause air pollution, breathing problems and harm to plants and animals. Keeping the air clean helps all living things stay healthy and supports life on earth. അപ്പോൾ നമ്മൾ നമ്മുടെ വായുവൊക്കെ ശുദ്ധമായിട്ട് നമ്മൾ സംരക്ഷിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നാലേ ഇവിടെ ലിവിങ് തിങ്സിന്, ഭൂമിയിലുള്ള ലിവിങ് തിങ്സിന് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറിയുന്നവരൊക്കെ ചെയ്യുക. ഇനി അടുത്തത് നോക്കാം. ഹൈഡ് ആൻഡ് സീക്ക് ഓഫ് എ സൊല്യൂട്ട്. ഷുഗർ സൊല്യൂഷൻ ഹാസ് ബോത്ത് വാട്ടർ ആൻഡ് ഷുഗർ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? ഷുഗറും ഉണ്ട്, അതേപോലെ തന്നെ വാട്ടറും ഉണ്ട്. ബട്ട് വി കനോട്ട് സീ ദ ഷുഗർ വൺസ് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. പക്ഷേ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പഞ്ചസാരയെ കാണാനേ കഴിയുന്നില്ല.
വൈ ഈസ് ഇറ്റ് സോ? എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? വേർ ഡിഡ് ദ ഷുഗർ ഡിസപ്പിയർ? എങ്ങോട്ടാണ് ഈ ഷുഗർ പോകുന്നത്? വാട്ട് ഹാപ്പൻ ടു ഷുഗർ? എന്താണ് ഷുഗറിന് സംഭവിക്കുന്നത്? ലെറ്റ് us ഫൈൻഡ് ഔട്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു പരീക്ഷണമുണ്ട്. മറ്റീരിയൽ റിക്വയർഡ് ലാർജ് പ്ലാസ്റ്റിക് ജാർ. 1 ലിറ്ററിൻ്റെ ഒരു വലിയ ജാർ വേണം. ഗ്രേവൽ വേണം. അതേപോലെ ഗ്രീൻ ഗ്രാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഗ്രീൻ ഗ്രാം മെറ്റലാണ്. ഗ്രേവൽ എന്ന് പറഞ്ഞാൽ മെറ്റൽ. പിന്നെ ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയർ. പിന്നെ വേണ്ടത് റവ അറിയാലോ, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ. ഇനി നമ്മുടെ പ്രവർത്തനം നമുക്ക് നോക്കാം. ആക്ടിവിറ്റി: പുട്ട് ദ ഗ്രേവൽ ഇൻ എ പ്ലാസ്റ്റിക് ജാർ ആൻഡ് ഷെയ്ക്ക് ഇറ്റ് വെൽ. അപ്പോൾ ആ പ്ലാസ്റ്റിക് ജാറിൽ നമ്മൾ മെറ്റൽ ഇട്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം, കുലുക്കണം. യൂസിങ് എ മാർക്കർ പെൻ മാർക്ക് ദ ലെവൽ ഓഫ് ഗ്രേവൽ ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ജാർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ജാറിൻ്റെ പുറത്ത് ഒരു മാർക്കർ പേന കൊണ്ട് ഈ മെറ്റലിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യണം. ആഡ് സം ഗ്രീൻ ഗ്രാം ടു ദിസ് ആൻഡ് സ്റ്റിർ ദ ജാർ. പിന്നെ നമ്മൾ എന്താ ഇടേണ്ടത്? മെറ്റലിൻ്റെ പിന്നെ നമ്മൾ ചെറുപയർ ഇട്ടിട്ട് എന്ത് ചെയ്യുക? പിന്നെയും ആ ഒരു ജാറ് നമ്മൾ ഇളക്കുക. ഡസ് ദ ലെവൽ ഓഫ് ഗ്രേവൽ റൈസ് നൗ? ഇപ്പം മെറ്റലിൻ്റെ ഉയരം കൂടുന്നുണ്ടോ? റൈറ്റ് ദ മെഷർമെൻറ്റ് ഇൻ ദ ടേബിൾ. ദെൻ പുട്ട് സം റവ ഇൻ ദ പ്ലാസ്റ്റിക് ജാർ ആൻഡ് ഷേക്ക് ഇറ്റ് വെൽ. അങ്ങനെ നമ്മൾ അത് എഴുതി വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇനി റവയാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ നല്ലോണം ഷേക്ക് ചെയ്യാം. ഡസ് ദ ഹൈറ്റ് ഓൺ ദ ഗ്രാഫൽ ചേഞ്ച് ആഫ്റ്റർ ദിസ്? റവ ഇട്ടതിന് ശേഷം ഈ ഗ്രേവലിൻ്റെ ലെവല് മാറുന്നുണ്ടോ? റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ ബിലോ. അത് നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ എന്താണ് ഒബ്സർവേഷൻ നിങ്ങൾ ഈ താഴെയുള്ള ഒരു ടേബിളിൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. അതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ആ ടേബിളിൽ ചെയ്യേണ്ടത് എന്താ നോക്കാം. അപ്പം ആഫ്റ്റർ ഷേക്കിംഗ് ആൻഡ് പ്രസ്സിങ് ദ ഗ്രേവൽ ഇൻ ദ ജാർ. നമ്മൾ ജാറിലിട്ടിട്ട് മെറ്റൽ നന്നായി ഇട്ട് കുലുക്കി അമർത്തി. അപ്പോൾ എന്താണ് മെറ്റലിൻ്റെ ഹൈറ്റ്? നോർമൽ ഹൈറ്റ് ഓഫ് ദ ഗ്രേവൽ. അതിൻ്റെ നോർമൽ ഹൈറ്റാണ് അന്നേരം ഉള്ളത്. ആഫ്റ്റർ ആഡിങ് ദ ഗ്രീൻ ഗ്രാം ഇൻ ദ ജാർ ആൻഡ് ഷേക്കിംഗ് ഇറ്റ്. നമ്മൾ പിന്നെ അതിലേക്ക് ചെറുപയർ ഇട്ടു, ഷേക്ക് ഇറ്റ്. അപ്പം എന്താണ്? ഹൈറ്റ് റൈസ് സ്ലൈറ്റ്ലി, ചെറുതായിട്ടൊന്ന് ഹൈറ്റ് കൂടുന്നുണ്ട്. ആഡിങ് റവ ഇൻ ദ ജാർ ആൻഡ് ഷേക്ക് ഇറ്റ് വെൽ. അപ്പോൾ എന്താ ചെയ്യുന്നത്? റവ ഇട്ടിട്ട് നമ്മൾ ഷേക്ക് ചെയ്തുമ്പോൾ എന്താ ചെയ്യുന്നത്? ഹൈറ്റ് ഓഫ് ദ ഗ്രേവൽ ഇൻ ദ ജാറിന് എന്ത് സംഭവിക്കും? ഹൈറ്റ് ചേഞ്ചസ് വെരി ലിറ്റിൽ, ഓൾമോസ്റ്റ് സെയിം. ഒരു ചെറുങ്ങനെ ഒരു ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡസ് ദ ലെവൽ ഓഫ് ദ ഗ്രേവൽ ഇൻസൈഡ് ദ ജാർ ആഫ്റ്റർ പുട്ടിംഗ് റവ ആൻഡ് ഷേക്കിംഗ് ദം ഡൗൺ? വൈ? വേർ ഗ്രീൻ ഗ്രാം സെറ്റിൽഡ്? വാട്ട് ദ റവ ഗ്രീൻ? അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഡസ് ദ ലെവൽ ഓഫ് ദ ഗ്രേവൽ ചേഞ്ച് ആഫ്റ്റർ ആഡിങ് ഗ്രീൻ ഗ്രാം ആൻഡ് റവ ആൻഡ് ഷേക്കിംഗ് ദം ഡൗൺ? എന്താണ്? ലെവല് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? യെസ്, ദ ലെവൽ ഇൻക്രീസസ് സ്ലൈറ്റ്ലി ബിക്കോസ് ദ ഗ്രീൻ ഗ്രാം ആൻഡ് റവ വിൽ ഫിൽ ദ എംറ്റി സ്പേസസ് ബിറ്റ്വീൻ ദ ഗ്രേവൽ പീസസ്. ഇപ്പം ഗ്രേവൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മെറ്റൽ പീസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ എന്തുണ്ട്? ഈ ഒരു ഗ്രീൻ ഗ്രാമും ചെറുപയറും റവയും ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറുങ്ങനെ അതൊന്ന് ഇൻക്രീസ് ചെയ്യും. വേർ ഹാവ് ദ ഗ്രീൻ ഗ്രാം സെറ്റിൽഡ്? ഗ്രീൻ ഗ്രാം എവിടെയാണ് സെറ്റിലായത്? ദ ഗ്രീൻ ഗ്രാം സെറ്റിൽഡ് ഇൻ ദ സ്പേസസ് ബിറ്റ്വീൻ ഗ്രേവൽ പീസസ്. ഈ മെറ്റലിൻ്റെ പീസസ് തമ്മിൽ കുറച്ച് സ്പേസ് ഉണ്ടാവല്ലോ, അവിടെയാണ് ഈ ഗ്രീൻ ഗ്രാം സെറ്റിലായത്. വേർ ഹാവ് ദ റവ ഗ്രെയിൻസ് സെറ്റിൽഡ്? റവ ഗ്രെയിൻസ് എവിടെയാണ് സെറ്റിലായത്? ദ റവ ഗ്രെയിൻസ് സെറ്റിൽഡ് ഇൻ ദ സ്മോളർ ഗ്യാപ്സ് ബിറ്റ്വീൻ ഗ്രാവൽ ആൻഡ് ഗ്രീൻ ഗ്രാംസ്. അപ്പോൾ ഈ ഗ്രാവലിൻ്റെയും ഗ്രീൻ ഗ്രാമിൻ്റെ ഇടയിൽ സ്മോളർ ക്യാപ്സ് ഉണ്ടാവുമല്ലോ, ചെറിയ ഗ്യാപ്പ്, അവിടെ ഇവിടെ റവ പോയിട്ട് സെറ്റിലാവും. വാസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ ടോട്ടൽ സ്പേസ് റിക്വയർഡ് ഫോർ ഓൾ ത്രീ? ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുമോ? നോ ലാർജ് ഡിഫറൻസ്. നോ ലാർജ് ഡിഫറൻസ്. ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ദ സ്മോളർ പാർട്ടിക്കിൾസ് ഫിൽഡ് ദ സ്പേസസ് ബിറ്റ്വീൻ ബിഗർ വൺസ് വിത്തൗട്ട് ടേക്കിംഗ് എക്സ്ട്രാ സ്പേസ്. അപ്പോൾ അതിൻ്റെ ലെവലിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം എക്സ്ട്രാ സ്പേസ് ഒന്നും എടുക്കുന്നില്ല. ആ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ക്യാൻ ഗ്രീൻ ഗ്രാം സ്റ്റേ അലോങ് വിത്ത് ഗ്രാവൽ ആൻഡ് റവ ഗ്രെയിൻസ് സെറ്റിൽ ബിറ്റ്വീൻ ദ ടു? എങ്ങനെയാണ് ഈ ചെറുപയറിന് ഇത്രയും സമയം ഈ ഗ്രേവലിൻ്റെയും റവൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റുന്നത്? ബിക്കോസ് ദർ ആർ സ്പേസസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ് ക്യാൻ ഫിറ്റ് ഇൻ ടു ദോസ് സ്പേസസ്. വാട്ട് ഡസ് ദിസ് എക്സ്പെരിമെൻറ്റ് ഷോ? ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇറ്റ് ഷോസ് ദാറ്റ് സബ്സ്റ്റൻസ് ഹാവ് സ്പേസസ് ബിറ്റ്വീൻ ദെയർ പാർട്ടിക്കിൾസ് ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ് ക്യാൻ
occupy those spaces. ഇത് നമുക്ക് മനസ്സിലാകുന്ന സബ്സ്റ്റൻസിന് എന്താണ് സ്പേസസ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ സബ്സ്റ്റൻസസ് തമ്മിലുള്ള സ്പേസിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പം ഗ്രേവൽ എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ ഒരുപാട് സ്പേസ് ഇവിടെയൊക്കെ ബാക്കി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ സ്മോളർ പാർട്ടിക്കിൾസ്, അതായത് റബ്ബർ പോലെയുള്ള സ്മോളർ പാർട്ടിക്കിൾസ് അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. Does the same thing happen when the substance dissolve in water? അപ്പം നമ്മൾ വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ ഡിസോൾവ് ചെയ്യാണ്, ഇപ്പോൾ ഷുഗർ ഡിസോൾവ് ചെയ്യാണ്, ഷുഗർ അലിഞ്ഞ് ചേരുകയാണ് വെള്ളത്തിൽ, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമോ? യെസ്, വെൻ സബ്സ്റ്റൻസ് ലൈക്ക് ഷുഗർ ഡിസോൾവ് ഇൻ വാട്ടർ ദെയർ പാർട്ടിക്കിൾസ് ഫിൽ ദ സ്പേസസ് ബിറ്റ്വീൻ വാട്ടർ പാർട്ടിക്കിൾസ്. അപ്പോൾ ഷുഗർ നമ്മൾ വെള്ളത്തിൽ അലിയിക്കുമ്പോൾ, കലക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ വാട്ടർ പാർട്ടിക്കിളിൻ്റെ ഇടയിലുള്ള സ്പേസ് അത് ഓക്യുപ്പൈ ചെയ്യാണ്. വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ ക്യാൻ വി സ്റ്റിൽ സീ ഷുഗർ പാർട്ടിക്കിൾ? അപ്പം ഈ ഷുഗർ അതിൽ കലങ്ങി നമുക്ക് ആ ഷുഗർ കാണാൻ പറ്റുമോ? പിന്നെ നോ. ദ ഷുഗർ പാർട്ടിക്കിൾസ് സ്പ്രെഡ് ഈവൻലി എമംഗ് വാട്ടർ പാർട്ടിക്കിൾസ് ആൻഡ് ബിക്കം ഇൻവിസിബിൾ. അത് ഇൻവിസിബിൾ ആവുന്നുണ്ട്. ഓക്കെ, ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻസ് ഓഫ് ഷുഗർ ഇൻ ദ സൊല്യൂഷൻ? അപ്പോൾ ഈ ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ ഉണ്ട്, നമ്മൾ ഷുഗർ കലക്കി കഴിഞ്ഞാൽ പിന്നെ ഷുഗറിനെ കാണൂടെ, ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാക്കുക? ബൈ ടേസ്റ്റിംഗ് ദ സൊല്യൂഷൻ. ഇറ്റ് ടേസ്റ്റ് സ്വീറ്റ് ഷോയിങ് ഷുഗർ ഈസ് സ്റ്റിൽ പ്രസൻറ്റ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിൽ ഷുഗർ ഉണ്ട് നോക്കുക? എങ്ങനെയാണ്? രുചിച്ച് നോക്കിയിട്ടാണ്. നമ്മൾ ഏത് ഭാഗത്തു നിന്ന് എടുത്ത് നോക്കിയാലും ആ ഷുഗറിൻ്റെ, പഞ്ചസാരയുടെ രുചി നമുക്ക് അറിയാൻ പറ്റും. Next, building blocks of matter. We cannot directly see the sugar particles in the sugar solution, but the sweetness of sugar is present in everywhere in the solution. What is the secret? Let us see how sugar is hiding in water as very small granules. What are the properties of sugar? അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ നോക്കാം. കളർ എന്താണ്? വൈറ്റ് ആണ്. ടേസ്റ്റ് എന്താണ്? സ്വീറ്റ് ആണ്. സ്റ്റേറ്റ് സോളിഡ് ആണ്. ഓക്കെ, crushed ditty sugar, take a small granule of it and examine. Does this granule process all above features? അപ്പം നമ്മൾ ഈ ഷുഗറിനെ ഒന്ന് ക്രഷ് ചെയ്യാണ്, എന്നിട്ട് ചെറിയ പൊടികളാക്കാണ്. ആ പൊടി നമ്മൾ രുചിച്ച് നോക്കിയാൽ സെയിം പഞ്ചസാരയുടെ അതേ ടേസ്റ്റ് ഉണ്ടോയെന്ന്. യെസ്, ഈവൻ എ സ്മോൾ ഗ്രാനുൾ ഓഫ് ഷുഗർ ഈസ് വൈറ്റ്, സോളിഡ് ആൻഡ് സ്വീറ്റ്, സെയിം ആസ് ദ ബിഗ് വൺ. ഓക്കെ, what do you infer from observing a sugar granule under a microscope? അപ്പോൾ നമ്മളൊരു മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഈ ഗ്രാനുകൾ നോക്കാൻ ചെന്നാൽ നമ്മൾ കാണാൻ കഴിയാത്ത ഗ്രാനുൾ സ്റ്റിൽ ലുക്സ് ലൈക്ക് ഷുഗർ, ഒൺലി സ്മോൾ. നമുക്ക് ഷുഗറിനെ പോലെ തന്നെ കാണാൻ കഴിയും, പക്ഷെ ചെറുതാന്നേ ഉള്ളൂ. ഇറ്റ് ഷോസ് ദാറ്റ് ഈവൻ ടൈനി പാർട്ടിക്കിൾസ് കീപ് ദ സെയിം പ്രോപ്പർട്ടീസ്. അപ്പം നമുക്ക് ഇത് ഇന്ന് മനസ്സിലാക്കാം, ഈ ഷുഗറിൻ്റെ ഒരു ചെറിയൊരു തരി പോലും നമ്മൾ വായിൽ വെച്ചാൽ വലിയ ഷുഗറിൻ്റെ തരിക്കുള്ള അതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും, ആ പഞ്ചസാരയുടെ സ്വീറ്റ്നെസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് എങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാ സ്ഥലത്തും റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. മെറ്റീരിയൽ sugar, small hammer, microscope, slide, cover strip, brush activity. Take some sugar in a paper, keep it on the surface and crush it with a hammer. Take the smallest granule from it and taste. How does it taste? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Pick one of the small granules of sugar with a brush and place on a slide and observe under a microscope. Does a small granule appear big? Didn't you realize that it could be made even smaller again? Imagine the smallest sugar granule that cannot be seen with an ordinary microscope, yet having the properties of sugar. What would be the peculiarities of such a particle? The particle shows all the properties of sugar. അപ്പോൾ ഷുഗറിനെ നമ്മൾ എത്ര ചെറിയ കഷ്ണമാക്കിയാലും അതിന് എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Take some sugar in a paper and crush it with a hammer. Taste the smallest granule. Pick one granule with a brush and observe it under a microscope. Notice the small granule looks bigger. Notice that the small granule looks bigger under the microscope. Imagine making it even smaller, so small that it can't seen even though a microscope. It still has the properties of sugar. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ ഷുഗർ ഈസ് ക്രഷ്ഡ് വിത്ത് എ ഹാമർ? ദ ഷുഗർ ബ്രേക്സ് ഇൻ ടു സ്മോൾ ഗ്രാനുൾസ്, ചെറിയ ചെറിയ തരികളായി മാറുന്നു. ഹൗ ഡസ് ദ സ്മോളസ്റ്റ് ഗ്രാനുൾ ഓഫ് ഷുഗർ ടേസ്റ്റ്? അതിന് എന്ത് ടേസ്റ്റ് ആയിരിക്കും? ഇറ്റ് ടേസ്റ്റ് സ്വീറ്റ് ജസ്റ്റ് ലൈക്ക് ലാർജ് ഷുഗർ ക്രിസ്റ്റൽസ്.
What do you observe when a small granule of sugar is seen under a microscope? ഒരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് നോക്കിയാൽ നമ്മൾ എന്താ കാണാം? It appears a bigger and we can clearly see its crystal shape. Can sugar be made and even smaller than what we see under a microscope? നമുക്ക് ഷുഗറിനെ ചെറുതാക്കാൻ പറ്റുമോ? Yes. Sugar can be broken into particles so small that they can't see even with a microscope. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടോ മൈക്രോസ്കോപ്പ് കൊണ്ടോ കാണാൻ കഴിയാത്ത വിധം നമുക്ക് അതിനെ ചെറുതാക്കാം. What do we call the smallest particle of a substance that cannot be seen even with a microscope? ഇങ്ങനെയുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ കഴിയാത്ത അത്രയും കുഞ്ഞ് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് മോളിക്യൂൾ. എന്താണ് പറയുക? മോളിക്യൂൾ. Does the molecule of sugar have all the properties of a sugar? ഈ ഷുഗറിന്റെ മോളിക്യൂളിന് അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാകുമോ? യെസ്, എ മോളിക്യൂൾ ഓഫ് ഷുഗർ ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ. ഓക്കെ, അപ്പോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിന് അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസും എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഭൂമി കാണുന്ന എല്ലാ സബ്സ്റ്റൻസും മോളിക്യൂൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. വാട്ട് ആർ ഓൾ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ്? All substances are made up of tiny particles called molecules. What is the peculiarity of a molecule? ഒരു മോളിക്യൂളിന്റെ പ്രത്യേകത എന്താണ്? A molecule is a very small possess all the properties of a substance it forms. Okay. നമുക്ക് അടുത്ത പേജാണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.